മഹാകവി ഭാരതിയാർ പറഞ്ഞ മാതിരി ഉച്ചിമീട് വാനിടിந்து വീഴുന്ന പോകിലും അച്ചമില്ലേ അച്ചമില്ലേ അച്ചമില്ല. ആകാശം തന്നെ ഇടിഞ്ഞു വീണാലും ഭയമില്ല ഭയമില്ല ഭയമില്ല, ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല, വിജയം വരെ പോരാടും എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് കർഷകരും തൊഴിലാളികളും അധ്വാനിക്കുന്നവരും നീങ്ങുന്നത്. സന്ധിയില്ലാത്ത സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർഷകർ ഇന്നെന്താണ്? കർഷകന്റെ ട്രാക്ടർ കണ്ട നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും പേടിയാണ്. സംസ്ഥാനങ്ങളുടെ ഫെഡറൽ വ്യവസ്ഥയിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരം നടത്തും. കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? നിങ്ങൾ എവിടെയെങ്കിലും കർഷക കോൺഗ്രസ് ഈ നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് സമരം ചെയ്യുന്നത് കണ്ടില്ല? സമരം വിജയിച്ചപ്പോ അതിന് ക്രെഡിറ്റ് എടുക്കാൻ ഇവരൊക്കെ മുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ സമരത്തിൽ എവിടെയും കണ്ടില്ല. കൃഷി മന്ത്രി നമ്മളോട് പറയാ, ഒരു മടിയില്ലാതെ, വൈ ആർ യു ടേക്കിംഗ് ഇറ്റ് സോ സീരിയസ്ലി? നിങ്ങൾ ഇത് ഇത്ര കാര്യമാക്കുന്ന എന്താ? തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ പാർട്ടിക്കാരും എന്തെങ്കിലും വാഗ്ദാനം നൽകും, വോട്ടിന് വേണ്ടി നൽകുന്ന വാഗ്ദാനമാണ്, അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഒരു മടിയുമില്ലാതെ കൃഷി മന്ത്രി നമ്മളോട് പറയാം. അന്ന് BJP അധ്യക്ഷനായ അമിത്ഷാ ഇത് തെരഞ്ഞെടുപ്പ് സമയത്തെ മുദ്രാവാക്യമായിട്ട് കണക്കാക്കിയാൽ മതി, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിന് പ്രസക്തിയില്ല എന്ന രീതിയിലും നരേന്ദ്രമോദി സർക്കാർ കോടതിയിൽ അഫിഡവിറ്റ് നൽകിക്കൊണ്ട് ഇത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. കോൺഗ്രസോ UDF BJPയോ ഇതിൽ എന്താ നിലപാട്? അവരെന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറാണോ കർഷകർക്ക് അനുകൂലമായിട്ട്? മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ, മേവ് മുസ്ലിം എന്ന് അറിയപ്പെടുന്നവർ, പശുക്കളെ വളർത്തിക്കൊണ്ട് പാല് വിറ്റുകൊണ്ട് ജീവിച്ചു വരുന്നവരാണ്. പക്ഷെ RSSന് അത് സഹിക്കാൻ പറ്റില്ല. നിരന്തരം ഗോരക്ഷയുടെ പേരിൽ ആക്രമിക്കപ്പെടുന്നു. പേലു ഖാൻ കൊല്ലപ്പെട്ടു, റേബർ ഖാൻ കൊല്ലപ്പെട്ടു, ഉമർ ഖാൻ കൊല്ലപ്പെട്ടു, ഇതിനടുത്ത് ജുനേദും നാസിറും കൊല്ലപ്പെട്ടു. എവിടെയെങ്കിലും കോൺഗ്രസോ മുസ്ലിം ലീഗോ ഇതിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ആ ഓരോ സംഭവത്തിലും അതിനെതിരെ പ്രതിരോധം തീർക്കാനും നമ്മൾ ഇടപെടുന്നുണ്ട്. BJP അധികാരത്തിൽ വന്നാൽ എല്ലാവർക്കും നല്ല നാളുകൾ വരും, അച്ഛേ ദിൻ ആയെങ്കെ, ഈ പ്രതിസന്ധിയൊക്കെ മറികടക്കാനാവും, അതുകൊണ്ട് മോദിയെ തെരഞ്ഞെടുക്കൂ എന്നായിരുന്നു മുദ്രാവാക്യം. ബഹുത് ഹോ ഗയാ മെഹങ്കായി കി മാർ, അബ് കി ബാർ മോദി സർക്കാർ. വിലകയറ്റം ആകാശം തൊടുന്നു, അതുകൊണ്ട് മോദിയെ തെരഞ്ഞെടുക്കൂ. ലൈഫ് മിഷൻ 5.5 ലക്ഷം വീടാണ് ഇതുവരെ, ഏകദേശം 5 ലക്ഷത്തിലധികം വീട്. മറ്റു സംസ്ഥാനങ്ങളിലെ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ വീടുകൾ ഒന്ന് പോയി സന്ദർശിച്ച് അതിന്റെ നിലവാരവും ഇതുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി. അങ്ങനെ ഒരു സർക്കാരിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ്. കർഷകരും തൊഴിലാളികളും അധ്വാനിക്കുന്നവരും യുവാക്കളും സ്ത്രീകളും വിദ്യാർത്ഥികളും അടിച്ചമർത്തപ്പെട്ടവരും നിരന്തരം സമരമുഖത്താണ്. കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താണ് ഇത്രയും വലിയ സമരങ്ങൾക്ക് കാരണം? അത് മനസ്സിലാക്കേണ്ടത്. 2014 തെരഞ്ഞെടുപ്പിനെ നേരിട്ട നരേന്ദ്രമോദിയും BJPയും അന്ന് നിലവിലുണ്ടായ UPA രണ്ടാമത്തെ സർക്കാർ, കോൺഗ്രസ് നയിച്ച സർക്കാരിന്റെ കാലയളവിൽ അഴിമതിയും കാർഷിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും വിലകയറ്റവും ഇതിനൊക്കെ എതിരെ പ്രസംഗിച്ച് BJP അധികാരത്തിൽ വന്നാൽ എല്ലാവർക്കും നല്ല നാളുകൾ വരും, അച്ഛേ ദിൻ ആയെങ്കെ, ഈ പ്രതിസന്ധിയൊക്കെ മറികടക്കാനാവും, അതുകൊണ്ട് മോദിയെ തെരഞ്ഞെടുക്കൂ എന്നായിരുന്നു മുദ്രാവാക്യം. ബഹുത് ഹോ ഗയാ മെഹങ്കായി കി മാർ, അബ് കി ബാർ മോദി സർക്കാർ. വിലകയറ്റം ആകാശം തൊടുന്നു, അതുകൊണ്ട് മോദിയെ തെരഞ്ഞെടുക്കൂ. ബഹുത് ഹോ ഗയാ മഹിളാ പർ അത്യാചാർ, അബ് കി ബാർ മോദി സർക്കാർ. സ്ത്രീകൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നു, അതുകൊണ്ട് മോദിയെ തെരഞ്ഞെടുക്കൂ. കർഷകർ ആത്മഹത്യകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, കർഷകരുടെ ആത്മഹത്യകൾ തടയാൻ മോദിയെ തെരഞ്ഞെടുക്കൂ. യുവാക്കൾക്ക് തൊഴിലില്ലായ്മ കാരണം പഠിച്ച ഡിഗ്രിയൊക്കെയുള്ള യുവാക്കൾ വളരെ മോശം സ്ഥിതിയിലാണ്. അപ്പോൾ എല്ലാ യുവാക്കൾക്കും 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും.
എന്ന് വാഗ്ദാനം നൽകി തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു പാർട്ടിയാണ് ബി.ജെ.പി. ബി.ജെ.പി. അധികാരത്തിൽ വന്നാൽ കർഷകരുടെ വിളകൾക്ക് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത മാതിരി ഉൽപാദന ചെലവിനേക്കാളും 50% കൂടുതൽ താങ്ങുവില ഉറപ്പുവരുത്തും. കർഷക തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിവസമല്ല 200 ദിവസം തൊഴിലും കൂടുതൽ കൂലിയും നൽകും. കർഷകന്റെ കടങ്ങൾ എഴുതിത്തള്ളും. എല്ലാ കൃഷിയിടങ്ങളിലോട്ടും വെള്ളം എത്തിച്ചു നൽകും. കൃഷിനാശം സംഭവിച്ചാൽ ഇൻഷുറൻസ് നൽകും എന്നിങ്ങനെ നിരവധി വാഗ്ദാനങ്ങളായിരുന്നു. പക്ഷെ ഈ 10 വർഷങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ എന്താ സ്ഥിതി? 10 വർഷങ്ങൾക്കിടയിൽ ഇന്ത്യയിൽ സർക്കാർ കണക്ക് പ്രകാരം ഏകദേശം 4.5 ലക്ഷം കർഷകരും കർഷക തൊഴിലാളികളും ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലോട്ട് തൊഴിൽ തേടി പലായനം ചെയ്തു വരുന്നവരും ആത്മഹത്യ ചെയ്തു എന്നാണ് സർക്കാരിന്റെ കണക്ക്. അത് സർക്കാരിന്റെ കണക്കാണ്. ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടുന്നില്ല, ഭൂരഹിതർ ഉൾപ്പെടുന്നില്ല, ആദിവാസി ദലിത് വിഭാഗത്തിൽപ്പെട്ടവർ ഉൾപ്പെടുന്നില്ല, പാട്ടകൃഷിക്കാർ ഉൾപ്പെടുന്നില്ല. നിരവധി സംസ്ഥാനങ്ങൾ സത്യാവസ്ഥ തുറന്നു പറയാൻ തയ്യാറല്ല. ബംഗാളിലൊക്കെ നിരവധി ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരൊറ്റ ആത്മഹത്യ ഇല്ല എന്നാണ് സർക്കാർ കണക്ക്. ഗുജറാത്തിലും ആത്മഹത്യകൾ നടക്കുന്നുണ്ട്, പക്ഷെ ആത്മഹത്യകൾ തീരെ നടക്കുന്നില്ല എന്ന രീതി. അപ്പോ സത്യാവസ്ഥ ഇതിനേക്കാളും ഭയാനകമാണ്. സർക്കാർ കണക്ക് പ്രകാരം തന്നെ 2014 മുതൽ 2024 വരെ ഏകദേശം 5 ലക്ഷം പേർ ദുരിതം അനുഭവിക്കുന്ന കർഷകരും കർഷക തൊഴിലാളികളും ആത്മഹത്യ ചെയ്തു എന്നാണ്. കർഷകർക്കും തൊഴിലാളികൾക്കും യുവാക്കൾക്കും നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കാൻ സാധിക്കാത്ത ഒരു സർക്കാരാണ്. എല്ലാത്തിൽ നിന്നും പിന്നോട്ട് പോയ ഒരു സർക്കാരാണ്. അധികാരമേറ്റ ഒരാഴ്ചക്കകത്ത് തന്നെ കൃഷി മന്ത്രിയെ നമ്മൾ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ഒരു ഡെലിഗേഷൻ സന്ദർശിച്ച് നിങ്ങൾ വാഗ്ദാനം നൽകിയ മാതിരി സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത ഉൽപാദന ചെലവിനേക്കാളും 50% കൂടുതൽ താങ്ങുവില ഉറപ്പുവരുത്തൂ എന്ന് പറഞ്ഞപ്പോ കൃഷി മന്ത്രി നമ്മളോട് പറയാ ഒരു മടിയില്ലാതെ, വൈ ആർ യു ടേക്കിംഗ് ഇറ്റ് സോ സീരിയസ്ലി? നിങ്ങൾ ഇത് ഇത്ര കാര്യമാക്കുന്ന എന്താ? തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ പാർട്ടിക്കാരും എന്തെങ്കിലും വാഗ്ദാനം നൽകും, വോട്ടിന് വേണ്ടി നൽകുന്ന വാഗ്ദാനമാണ്, അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഒരു മടിയില്ലാതെ കൃഷി മന്ത്രി നമ്മളോട് പറയാം. അന്ന് ബി.ജെ.പി. അധ്യക്ഷനായ അമിത്ഷാ ഇത് തെരഞ്ഞെടുപ്പ് സമയത്തെ മുദ്രാവാക്യമായിട്ട് കണക്കാക്കിയാൽ മതി, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിന് പ്രസക്തിയില്ല എന്ന രീതിയിലും നരേന്ദ്രമോദി സർക്കാർ കോടതിയിൽ അഫിഡവിറ്റ് നൽകിക്കൊണ്ട് ഇത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. കർഷകന്റെ ഭൂമി സംരക്ഷിക്കും എന്ന് പറഞ്ഞു വന്ന ഒരു സർക്കാരാണ്. പക്ഷെ അധികാരമേറ്റ് 6 മാസത്തിനുള്ളിൽ ഡിസംബർ 2014 കർഷകന്റെ ഭൂമി ഏറ്റെടുക്കാൻ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നുകൊണ്ട് കർഷകന്റെ ഭൂമി ഏറ്റെടുക്കാൻ കർഷകന്റെ അനുവാദം ആവശ്യമില്ല എന്ന രീതിയിലുള്ള ഒരു ഓർഡിനൻസ് ആയിരുന്നു. ഒരു ചെറിയ ഒപ്പിടണമെങ്കിൽ ഒരാളെ കയ്യിൽ നിന്ന് പെൻ ആവശ്യപ്പെട്ടാൽ ഒപ്പിട്ട് നന്ദി രേഖപ്പെടുത്തിയിട്ടാണ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ കർഷകന്റെയും കർഷക തൊഴിലാളിയുടെയും ജീവനായ ഭൂമി ഏറ്റെടുക്കാൻ കർഷകന്റെ അനുവാദം ആവശ്യമില്ല, കർഷകന്റെയോ കർഷക തൊഴിലാളിയുടെ ആവശ്യമില്ല എന്ന നിലപാടാണ് മോദി സർക്കാർ സ്വീകരിച്ചത്. അതിനെതിരെ നമ്മൾ ഉടൻ തന്നെ കർഷകരും കർഷക തൊഴിലാളികളും ആദിവാസി ദലിത് സംഘടനകളും യോജിച്ചുകൊണ്ട് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഐക്യം സൃഷ്ടിക്കാൻ സാധിച്ചു. ഭൂമി അധികാർ ആന്തോലൻ, ഭൂമിയുടെ അവകാശത്തിന് വേണ്ടി, വനാവകാശത്തിന് വേണ്ടിയും കോർപ്പറേറ്റ് കൊള്ളക്ക് ഭൂമി ഏറ്റെടുക്കലിനെതിരെയും ഒരു കൂട്ടായ്മ നിരന്തരം സമരം നടക്കുകയാണ്. ആ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി സർക്കാർ 3 പ്രാവശ്യം പാർലമെന്റിൽ അവതരിപ്പിച്ച ഈ ഓർഡിനൻസ് പിൻവലിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാരിനേറ്റ ആദ്യത്തെ തിരിച്ചടിയാണ് ഈ കൂട്ടായ സമരത്തിലൂടെ നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിച്ചത്.
പിന്നീട് 2016 നവംബർ 8 നോട്ട് റദ്ദാക്കിക്കൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും, അധ്വാനിക്കുന്നവരെയും കർഷകരെയും ദുരിതത്തിലാക്കിക്കൊണ്ട് ഒരു തീരുമാനം, ഒരു സംസ്ഥാന സർക്കാരുകളുമായിട്ട് ഒരു ചർച്ചയില്ലാതെ, രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഒരു ചർച്ചയില്ലാതെ നിരവധി ആൾക്കാരാണ് ദുരിതം അനുഭവിച്ചത്. നിരവധി ആൾക്കാർ മരണപ്പെടുകയുണ്ടായി. ആ സമയത്ത് കർഷകർ വീണ്ടും ഒരു സമരം ആരംഭിക്കുകയായിരുന്നു. സ്വതന്ത്രമായ അഖിലേന്ത്യാ കിസാൻ സഭ കിസാൻ സംഘർഷ് ജാഥ നടത്തിക്കൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ ഡൽഹിയിൽ നവംബർ 26 ഒരുപക്ഷെ നോട്ട് റദ്ദാക്കിയ തീരുമാനത്തിനെതിരെ ആദ്യത്തെ അഖിലേന്ത്യാ സമരമായിരുന്നു. 2017 ജൂൺ മാസത്തിൽ മധ്യപ്രദേശിൽ മൻസോർ എന്ന ഒരു ജില്ല, ആ മൻസോറിൽ 6 കർഷകരെ BJP സർക്കാർ വെടിവെച്ച് കൊല്ലപ്പെടുത്തുകയായിരുന്നു. നമ്മൾ ആ കർഷകരുടെ വീടുകൾ സന്ദർശിക്കുക. ആ കർഷകരുടെ വീടുകൾ സന്ദർശിച്ചപ്പോൾ അവരാരും അഖിലേന്ത്യാ കിസാൻ സഭയുടെയോ ചെങ്കൊടിയുടെ ഒപ്പം നിൽക്കുന്ന കർഷകരായിരുന്നില്ല. അവരുടെ വീടുകളിൽ അന്നും BJP കൊടി പാറുന്നുണ്ട്. പക്ഷേ അവരുടെ വിളകൾക്ക് ന്യായമായ വില ആവശ്യപ്പെട്ടുകൊണ്ട് സമരമുഖത്തോട്ട് ഇറങ്ങിയവരായിരുന്നു. അവരുൽപാദിപ്പിക്കുന്നത് വെളുത്തുള്ളി, 1 കിലോ വെളുത്തുള്ളി ഉൽപാദന ചെലവ് 33 മുതൽ 35 രൂപ വരെ എന്നാണ് കർഷകർ നമ്മളോട് പറഞ്ഞത്. BJP സർക്കാർ അവകാശപ്പെട്ടത് 27 രൂപ മാത്രമില്ല. നമ്മൾ സർക്കാരിന്റെ കണക്കാണ് ശരിയെന്ന് എടുത്താലും അന്ന് നീമച്ച് ഹോൾസെയിൽ മാർക്കറ്റിൽ 1 കിലോ വെളുത്തുള്ളിക്ക് 1 രൂപയാണ് വൻകിട വ്യാപാരികൾ നൽകിക്കൊണ്ടിരുന്നത്. കർഷകർക്ക് 1 രൂപ നൽകുമ്പോൾ അംബാനിയുടെ റിലയൻസ് ഫ്രഷിൽ 1 കിലോ വെളുത്തുള്ളി 147 രൂപക്ക് വിൽക്കുന്നു. ഉപഭോക്താക്കൾക്ക് 147 രൂപക്ക് നൽകുന്നത്. ഡൽഹിയിൽ 220 രൂപ 1 കിലോ വെളുത്തുള്ളി. ഇപ്പൊ കർഷകൻ 1 രൂപ നൽകും. വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് അദാനിക്കും അംബാനിക്കും 147ഉം 220ഉം ആ രീതിയിലുള്ള ഒരു വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ഈ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ശ്രമിച്ചത്. ഈ സംഭവത്തിന് ശേഷം നമ്മൾ മറ്റൊരു കൂട്ടായ്മ സൃഷ്ടിക്കാൻ സാധിച്ചു. അഖിലേന്ത്യാ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി. 250ഓളം കർഷക സംഘടനകളുടെ ഒരു ഐക്യം 2 വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഒന്ന് കർഷകന്റെ വിളകൾക്ക് ന്യായമായ വില നൽകണം, സ്വാമിനാഥൻ കമ്മീഷൻ ശിഫാരിശ് ചെയ്ത മാതിരി, മറ്റൊന്ന് കർഷകന്റെ കടം എഴുതിത്തള്ളണം എന്ന ഈ 2 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നിരന്തരം സമരങ്ങളാണ്. കിസാൻ മുക്തി യാത്ര ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കൂട്ടായ ഒരു യാത്ര, എല്ലാ സംഘടനകളും യോജിച്ച് നടത്തിയ ഒരു യാത്ര. അതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ കിസാൻ പാർലമെന്റ് നടത്തിക്കൊണ്ട് ആ കിസാൻ തെരുവുകളിൽ നിന്ന് തന്നെ കർഷകർ 2 നിയമങ്ങൾ തയ്യാറാക്കി പാർലമെന്റിൽ അത് പ്രൈവറ്റ് മെമ്പർ ബില്ലായി നമ്മൾ സഖാവ് KK രാഗേഷ് രാജ്യസഭയിലും, മഹാരാഷ്ട്രയിൽ നിന്ന് NDAയുടെ ഭാഗമായി ജയിച്ചു വന്ന രാജു ഷെട്ടി NDAയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് ആ ബില്ലുകൾ പ്രൈവറ്റ് മെമ്പർ ബില്ലായി ലോക്സഭയിൽ അവതരിപ്പിക്കാൻ. പക്ഷെ ഈ സർക്കാർ കർഷകദ്രോഹ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലായിരുന്നു BJP അതേ നിലപാട് സ്വീകരിച്ചുകൊണ്ടായിരുന്നു മുന്നോട്ട് പോകുന്നത്. 2018 നാസിക്കിൽ നിന്ന് മുംബൈയിലോട്ട് ഒരു കിസാൻ ലോങ് മാർച്ച് നടക്കുകയുണ്ടായി. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അത് ലോക ശ്രദ്ധ നേടിയെടുത്ത ഒരു സമരമാണ്. മാർച്ച് 6 ത്രിപുര തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോൽക്കുകയും BJP ജയിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് ഇനി ഇന്ത്യയിൽ പ്രസക്തിയില്ല എന്ന് വലിയ രീതിയിൽ കോർപ്പറേറ്റ് മാധ്യമങ്ങളും എതിരാളികളും കൊട്ടിഘോഷിക്കുന്ന കാലത്താണ് മാർച്ച് 6 നാസിക്കിലെ CBS ചൗക്കിന്ന് ആയിരക്കണക്കിന് കർഷകർ, ആദിവാസി പാവപ്പെട്ട കർഷകർ ഈ മുംബൈയിലോട്ട് നടന്നു തുടങ്ങിയത്. ആ നാസിക് മുംബൈ ലോങ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ സഖാവ് AKജിയുടെ പട്ടിണി മാർച്ചിനെ കുറിച്ച്
മലബാറിൽ നിന്ന് മദിരാശിയിലോട്ട് 30കളിൽ നടത്തിയ പട്ടിണി മാർച്ചിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടായിരുന്നു തുടങ്ങിയത്. ഇന്നും ഇന്ത്യയുടെ മിക്ക സംസ്ഥാനങ്ങളും സ്ഥിതി 30കളിൽ കേരളത്തിന്റെ സ്ഥിതി എന്തായിരുന്നോ അതിനേക്കാളും ഭയാനകമായ ഒരു സ്ഥിതിയാണ്. മഹാരാഷ്ട്രയിൽ ഒരു സമരത്തിൽ പങ്കെടുക്കുമ്പോൾ കണ്ടത് ഒരു പത്രത്തിൽ വന്ന വാർത്ത, 5 മാസങ്ങൾക്കിടയിൽ 9000 കുട്ടികളാണ് പോഷകാഹാര കുറവ് കാരണം മരിച്ചു വീഴുന്നതെന്ന്. ഞാൻ കരുതി അത് തെറ്റായ വാർത്തയായിരിക്കും. ഒരു വർഷത്തെ കണക്കെടുത്തപ്പോ 21,000 കുട്ടികളാണ് മഹാരാഷ്ട്രയിൽ മാത്രം പോഷകാഹാര കുറവ് കാരണം ഒരു വർഷത്തിൽ മരിച്ചു വീഴുന്നത്. ഛത്തീസ്ഗഡിന്റെയും മധ്യപ്രദേശ്, ജാർഖണ്ഡിന്റെ ഒക്കെ സ്ഥിതി നോക്കിയാൽ അതിനേക്കാളും ഭയാനകം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വ കാലത്ത് ബംഗാൾ ക്ഷാമം നടന്ന ആ സമയത്ത് റോഡിന്റെ 2 ഭാഗത്തും കുട്ടികൾ ചാവൽ ദോ എന്ന് നിലവിളിച്ചുകൊണ്ട് മരിച്ചു, ചോറ് തരുമെന്ന് നിലവിളിച്ചുകൊണ്ട് മരിച്ചു എന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് ഡിജിറ്റൽ ഇന്ത്യ എന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ ജാർഖണ്ഡിൽ സന്തോഷി ബാത് ദോ, ചോറ് തരൂ എന്ന് നിലവിളിച്ചുകൊണ്ട് മരിച്ചു എന്ന ഒരു സാഹചര്യം. അതാണ് ഈ 10 വർഷങ്ങൾക്കിടയിൽ നമ്മൾ നേടിയത്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ കഴിഞ്ഞ വർഷം 111 ഇന്ത്യയുടെ സ്ഥാനം. അപ്പൊ അതിനെതിരെ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ നമ്മളൊന്ന് ഊഹിച്ചു നോക്കിയാൽ ഒരു പട്ടിണി മരണം നടന്നാൽ അതിനെതിരെ നിയമസഭയിലും തെരുവുകളിലും വലിയ പ്രതിഷേധം ഉയർന്നു വരും. തീർച്ചയായിട്ടും പ്രതിഷേധം ഉയരേണ്ടതാണ്, സമരങ്ങൾ ഉയർന്നു വരേണ്ട അതിനെതിരെ. പക്ഷെ ഈ സംസ്ഥാനങ്ങളിൽ വലിയ ശക്തിയൊന്നുമില്ലെങ്കിലും നിരന്തരം സമരമുഖത്താണ് ചെങ്കൊടിയുടെ പ്രസ്ഥാനം. മറ്റൊരു പാർട്ടികളും ഇത് ഏറ്റെടുക്കുന്നില്ല ഈ വിഷയങ്ങൾ. 2019 തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്നതിന് ശേഷമാണ് 2019 തന്നെ മറ്റൊരു മെഗാ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്, സ്വതന്ത്ര വ്യാപാര കരാർ, RCEP എന്ന സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടാൻ നരേന്ദ്രമോദി തായ്ലൻഡ് ബാങ്കോക്കിലോട്ട് പോകുന്നു. ആസിയാൻ കരാറിന്റെ ദുരിതം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ കർഷകർ. റബ്ബർ കർഷകർക്ക് 2011 1 കിലോ റബ്ബറിന് 230 രൂപ ലഭിച്ചിരുന്നെങ്കിൽ 2024 ആവുമ്പോൾ അത് 120 രൂപ മാത്രമാണ്. ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നു. പക്ഷെ കേന്ദ്ര സർക്കാർ ഒരു വിധത്തിലും കേരളത്തിലെ കർഷകരെ സഹായിക്കുന്നില്ല. 25,000 സബ്സിഡി ഉണ്ടായത് അതില്ലാതാക്കി. ഈ ആസിയാൻ രാജ്യങ്ങളിൽ 1 ഹെക്ടയർ റബ്ബർ കൃഷിക്ക് കർഷകന് 2,20,000-ത്തിലധികം സബ്സിഡി നൽകുന്നുണ്ട്. അവരുമായിട്ടാണ് നമ്മളെ കോമ്പറ്റീഷൻ. ഇന്ന് ഈ നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ കോൺഗ്രസിന്റെയോ UDF-ന്റെയോ മുസ്ലിം ലീഗിന്റെയോ എന്തെങ്കിലും സമരങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? ആസിയാൻ കരാറിന് വേണ്ടി കോൺഗ്രസും BJP-യും മത്സരിച്ചു നിന്ന ഒരു സാഹചര്യം നമ്മൾക്ക് ഓർമ്മയില്ലേ? കേരളത്തിൽ അന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചുകൊണ്ട് ഒരു പ്രതിരോധം തീർക്കാൻ നമ്മൾ ഇടതുപക്ഷം മാത്രമാണ് ശ്രമിച്ചത്. ഇന്ന് RCEP എന്ന് പറഞ്ഞുകൊണ്ട് അതൊപ്പിടാൻ പോയ പ്രധാനമന്ത്രി സമരങ്ങൾ കാരണം ബാങ്കോക്കിൽ നിന്ന് നമ്മൾ ഇത് ഒപ്പിടുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരേണ്ടി വരുന്ന ഒരു സാഹചര്യം. 2020 കോവിഡ് മഹാമാരി കാലത്ത് ഓക്സിജൻ ഇല്ലാതെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇന്ത്യയിൽ ദുരിതം അനുഭവിച്ചത്. കേരളത്തിലെ സ്ഥിതി എന്തായിരുന്നു? ലോകം തന്നെ ശ്രദ്ധിച്ച ഇവിടുത്തെ ആരോഗ്യ മേഖലയുടെ പ്രവർത്തനം, ഇവിടുത്തെ സർക്കാരിന്റെ പ്രവർത്തനം. പക്ഷേ ഉത്തർപ്രദേശിലും മറ്റും എന്തായിരുന്നു സ്ഥിതി? അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലോകത്തിൽ തന്നെ ഈ മഹാമാരിക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കുമ്പോൾ ഇന്ത്യയിൽ നരേന്ദ്രമോദിയും BJP-യും കർഷകരെയും തൊഴിലാളികളെയും ലോക്ക്ഡൌണിൽ വെച്ചുകൊണ്ട് കോർപ്പറേറ്റ് കൊള്ളക്ക് അൺലോക്ക്ഡൌൺ എന്ന സമീപനമാണ് സ്വീകരിച്ചത്. 3 കർഷക ദ്രോഹ നിയമങ്ങളും അതിന്റെ ഒപ്പം തന്നെ 4 ലേബർ കോഡ്, തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ ത്യാഗം സഹിച്ചുകൊണ്ട് നിരവധി ആൾക്കാരുടെ രക്തസാക്ഷിത്വത്തിന് ഒടുവിൽ നേടിയെടുത്ത അവകാശങ്ങൾ അതൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം. കാർഷികോൽപ്പന്നങ്ങൾ, സർക്കാർ നിയന്ത്രിത കാർഷികോൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് ഇല്ലാതാക്കാനുള്ള ശ്രമം.
അവശ്യ വസ്തുക്കളുടെ നിയമം പുഴുത്തിവെപ്പിനും കരിഞ്ചന്തക്കും എതിരെ കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു. ഇപ്പൊ പുഴുത്തിവെപ്പും കരിഞ്ചന്തക്കും ഒരു സ്വാതന്ത്ര്യം നൽകുന്ന രീതിയിൽ ഒരു നിയമം, കോർപ്പറേറ്റ് കോൺട്രാക്ട് കൃഷിക്ക് സ്വാതന്ത്ര്യം നൽകുന്ന നിയമം, ഈ 3 നിയമങ്ങൾ കൊണ്ടുവരികയാണ്. സമ്പത്ത് സൃഷ്ടിക്കുന്ന വർഗം കർഷകരും കർഷക തൊഴിലാളികളും യോജിച്ചുകൊണ്ടാണ് അതിനെതിരെ സമരം ഉയർത്തിക്കൊണ്ടുവന്നത്. നവംബർ 26-ാം തീയതി കർഷകരും തൊഴിലാളികളും സംയുക്ത കിസാൻ മോർച്ചയും സെൻട്രൽ ട്രേഡ് യൂണിയൻസും യോജിച്ചുകൊണ്ട് പൊതു പണിമുടക്ക് എന്ന തീരുമാനവും ഗ്രാമീൺ ഭാരത് ഹർത്താൽ എന്ന തീരുമാനം എടുത്തുകൊണ്ട് ഡൽഹിക്ക് ചുറ്റുമില്ല സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് കർഷകരും കർഷക തൊഴിലാളികളും കുടുംബസമേതം ഡൽഹിയിലോട്ട് ഡൽഹി ചലോ എന്ന തീരുമാനവുമായിട്ട് വരുമ്പോൾ അതിനെ ഈ സർക്കാർ നേരിട്ട രീതി നിങ്ങൾക്ക് എല്ലാവരും ഒരു ഇഞ്ച് പിന്നോട്ട് പോല, ഒരു കോമ പോലും മാറ്റില്ല എന്നായിരുന്നു പ്രധാനമന്ത്രിയും അമിത്ഷാ ഒക്കെ പ്രസംഗിച്ചത്. പക്ഷെ കർഷകർ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞത് ഈ നിയമങ്ങൾ പിൻവലിക്കാതെ ഒരു ഇഞ്ച് പിന്നോട്ട് നമ്മൾ പോവില്ല. നിയമങ്ങൾ പിൻവലിച്ചാൽ മാത്രമേ വീടുകളിലോട്ട് മടങ്ങും എന്നായിരുന്നു. കൊടും ചൂടിലും തണുപ്പിലും മഴയത്തും കൊടും കാറ്റിലും മറ്റും നടന്ന ആ സമരം, 380 ദിവസം നടന്ന ആ സമരത്തിനിടയിൽ 736 സമരസഖാക്കളാണ് മരിച്ചു വീണത്. കേരളത്തിൽ നിന്നൊക്കെ നിരവധി ആൾക്കാർ കൊടും തണുപ്പിൽ ആ തെരുവുകളിൽ വന്ന് ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലോട്ടും ആ സമരം വ്യാപിപ്പിക്കാൻ നമ്മൾക്ക് സാധിച്ചു. ആ സമരം വിജയിച്ചപ്പോൾ നരേന്ദ്രമോദി സർക്കാർ 56 ഇഞ്ച് എന്ന് സ്വയം കൊട്ടിഘോഷിക്കുന്ന പ്രധാനമന്ത്രി മുട്ടുമടക്കിക്കൊണ്ട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നു. അപ്പോ മറ്റൊരു കർഷക സംഘടനയുടെ നേതാവ് പറഞ്ഞത്, ഈ സമരം വിജയിക്കാൻ അതിന് പിന്നിൽ തലച്ചോറും നട്ടെല്ലും അഖിലേന്ത്യാ കിസാൻ സഭ ചെങ്കൊടിയുടെ പ്രസ്ഥാനമായിരുന്നു, അതുകൊണ്ടാണ് ഇത് വിജയിച്ചത്. പ്രൊഫസർ നോം ചോംസ്കി ഈ സമരത്തെ പറ്റി പറഞ്ഞത്, ഇറ്റ് ഈസ് എ ബീക്കൺ ഓഫ് ഹോപ്പ് ഫോർ ഓൾ ദോസ് സ്ട്രഗ്ലിംഗ് അഗൈൻസ്റ്റ് ക്യാപിറ്റലിസം, അഗൈൻസ്റ്റ് ഫാസിസ്റ്റ് ഫോഴ്സസ്. പ്രതീക്ഷയുടെ ഒരു വിളക്കാണ് മുതലാളിത്ത വർഗത്തിന്റെ ചൂഷണത്തിനെതിരെ പൊരുതുന്നവർക്കും കർഷകർക്കും തൊഴിലാളികൾക്കും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തന്നെ. അത് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പൊരുതുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വിജയമാണ് എന്നാണ്. ഇന്ന് ഫ്രാൻസിലും സ്പെയിനിലും യൂറോപ്പിലും മറ്റും നിരവധി കർഷക സമരങ്ങൾ നടക്കുന്നുണ്ട്. ഫ്രാൻസിൽ കുറച്ചു നാളുകൾ മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കൂട്ടായ്മക്ക് ഒരു വലിയൊരു വിജയം സാധിച്ചിട്ടുണ്ട്. അതിന്റെ നേതാവ് മെലൻഷോൺ എന്ന ഒരാളാണ് നേതാവ്. ആ മെലൻഷോൺ ഏകദേശം 2 മണിക്കൂർ നേരം ഈ സമരത്തെ പറ്റി മനസ്സിലാക്കാൻ നമ്മളൊക്കെ ആയിട്ട് സംസാരിക്കുകയുണ്ടായി. എങ്ങനെ ഇത്രയും നീണ്ട ഒരു സമരം നടന്നു? ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ബോർഡർ ഷാജാൻപൂർ ബോർഡർ ആയിരുന്നു, ഹരിയാന രാജസ്ഥാൻ ബോർഡർ. കർഷക സംഘത്തിന്റെ നിയന്ത്രണത്തിലുണ്ടായ ഒരു ബോർഡർ. കൊടുങ്കാറ്റിലെ എല്ലാ ടെന്റുകളും അങ്ങ് ഒരു 2-3 കിലോമീറ്റർ അകലെ പോയി വീഴും. പക്ഷെ തൊട്ടടുത്ത ദിവസം വീണ്ടും കർഷകർ സമരമുഖത്താണ്. അങ്ങനെ ഒരു സമരം. ആ സമരത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തൊട്ടു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ട് എടുത്ത് നോക്കിയാൽ ആ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബ്, ഹരിയാന, പശ്ചിമ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര ഈ സംസ്ഥാനങ്ങളിലായിട്ട് 38 സീറ്റുകളിലാണ് BJP ഈ സമരം നടന്ന സ്ഥലങ്ങളിൽ തോറ്റത്. ഗ്രാമീണ മേഖലയിൽ 159 സീറ്റുകളിലാണ് BJPക്കും NDAക്കും തോൽവി നേരിടേണ്ടി വന്നത്. രാജസ്ഥാനിൽ അഖിലേന്ത്യാ കിസാൻ സഭയുടെ വൈസ് പ്രസിഡന്റ് സഖാവ് അമ്രാറാം സിക്കറിൽ ആ സമരത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്ന ഷാജാൻപൂർ ബോർഡറിന്റെ
നേതാവായിരുന്ന അമ്രാറാം വലിയ രീതിയിൽ ജയിച്ചു വരുന്നു. ബീഹാറിൽ CPI-ML സ്ഥാനാർത്ഥികൾ രാജാറാം സിംഗ് ഈ സമരത്തിന്റെ ഒരു മെയിൻ നേതാവാണ്, തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നു. തമിഴ്നാട്ടിൽ സച്ചിദാനന്ദൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നു, കർഷക നേതാവ്. ആ രീതിയിലൊരു ഇടപെടൽ നമ്മൾക്ക് നടത്താൻ സാധിച്ചു. സന്ധിയില്ലാത്ത സമരങ്ങൾ, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിരന്തരം സമരം ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. ആ സമരങ്ങളൊക്കെ നടക്കുമ്പോൾ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നവലിബറൽ നയങ്ങൾക്കെതിരെ സമരങ്ങൾ നടക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ വ്യവസ്ഥയിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരം നടത്തും കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? 2019 കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ എടുത്തു നോക്കിയാൽ കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ എഴുതി വച്ചിരിക്കുന്നത് 5 വർഷത്തെ മോദി സർക്കാർ എല്ലാ നിയന്ത്രണങ്ങളും കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു, നവലിബറൽ നയങ്ങൾ പിന്നോട്ട് തള്ളി, ദ ക്ലോക്ക് ഓഫ് റിഫോംസ് ഹാസ് ബീൻ ടേക്കൺ ബാക്ക്വേർഡ്സ്. അപ്പൊ കോൺഗ്രസിനെ തെരഞ്ഞെടുത്താൽ നമ്മൾ നിയന്ത്രണങ്ങളൊക്കെ എടുത്തു കളയും. ആസിയാൻ കരാറിനൊപ്പമാണ് കോൺഗ്രസ്. 3 കർഷകദ്രോഹ നിയമങ്ങൾ BJP സർക്കാർ പാർലമെന്റിൽ പാസാക്കിയല്ലോ. കോൺഗ്രസിന്റെ 2019 മാനിഫെസ്റ്റോ എടുത്തു നോക്കിയാൽ അവരുടെ വാഗ്ദാനം എന്താ? APMC ഈ സർക്കാർ നിയന്ത്രിത മാർക്കറ്റുകൾ ഇല്ലാതാക്കും എന്നത് ഒരു വാഗ്ദാനമാണ്. അവശ്യ വസ്തുക്കളുടെ നിയമം ഇല്ലാതാക്കും എന്ന ഒരു വാഗ്ദാനമാണ്. 2014 മുമ്പ് തന്നെ മോഡൽ കോൺട്രാക്ട് ഫാമിംഗ് ആക്ട് അവര് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസം മാത്രം, BJP അത് പാർലമെന്റ് വഴി നടപ്പിലാക്കാൻ ശ്രമിച്ചെങ്കിൽ കോൺഗ്രസ് സംസ്ഥാന സർക്കാരിന്റെ മോൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചു. അത്രയിലും വ്യത്യാസം. നിങ്ങൾ എവിടെയെങ്കിലും കർഷക കോൺഗ്രസ് ഈ നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് സമരം ചെയ്യുന്ന കണ്ടില്ല? സമരം വിജയിച്ചപ്പോ അതിന് ക്രെഡിറ്റ് എടുക്കാൻ ഇവരൊക്കെ മുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ സമരത്തിൽ എവിടെയും കണ്ടില്ല. ഇന്നും ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശ് ബുൾഡോസർ രാജ് എന്നാണ് പറയുന്നത്. ആ ബുൾഡോസർ രാജ് യോഗി ആദിത്യനാഥിന്റെ ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഗ്രേറ്റർ നോയിഡയിൽ 150 ദിവസം നീണ്ടു നിന്ന ഒരു സമരം, അഖിലേന്ത്യാ കിസാൻ സഭ. ആ സമരത്തിൽ 112 സഖാക്കളെയാണ് ജയിലിൽ അടച്ചിരിക്കുന്നത്. പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് കള്ള കേസ് ഉണ്ടാക്കിക്കൊണ്ട് 112 പേരെ. ഞാനൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരുമ്പോ മീററ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി നേതാവ് സഖാവ് രൂപേഷ് വർമ്മയാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതാവ്. കഴിഞ്ഞ 17 ദിവസമായി ജയിലിലാണ്. സെക്ഷൻ 307 ചുമത്തിക്കൊണ്ട്. അപ്പൊ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ സമരങ്ങൾ നടക്കുന്നത്. കർഷകർ ഇന്ന് ആ സമരം നടന്നപ്പോ അതിനെ അടിച്ചമർത്താൻ എന്തൊക്കെയാ ശ്രമിച്ചത്? റോഡിൽ നാഷണൽ ഹൈവേയിൽ ഒരു കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ വലിയ കുഴികൾ JCB ഉപയോഗിച്ചുകൊണ്ട് വലിയ കുഴികൾ ഉണ്ടാക്കി, ടിയർ ഗ്യാസ് ഉപയോഗിച്ചു, നാഷണൽ ഹൈവേയിൽ വലിയ ആണികൾ തർപ്പിച്ചു, വെള്ളം ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തു, ഇന്റർനെറ്റ് കട്ട് ചെയ്തു. RSSകാര് ഈ സമരമുഖത്തോട്ട് കല്ലേറും മറ്റും നടത്തി. വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അപ്പൊ മുസഫർ നഗറിൽ ഒരു മഹാപഞ്ചായത്ത് നടക്കിയ മുസഫർ നഗർ കലാപം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ആ കലാപത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് ആണ് യോഗി ആദിത്യനാഥ് തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്നത്. ആ മുസഫർ നഗറിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകളും മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരും കർഷകരും തൊഴിലാളികളും യോജിച്ചുകൊണ്ട് നമ്മൾ കർഷകരും തൊഴിലാളികളും ഒറ്റക്കെട്ടാണ്, ഈ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയാണ്,
വർഗീയ ശക്തികൾക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടാണ് എന്ന തീരുമാനമെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ BJPക്കെതിരെ പ്രചരണത്തിനിറങ്ങിയ ഒരു സ്ഥിതിയാണ്. ഇന്ന് നമ്മൾ മലപ്പുറത്ത് വെച്ച് സംസാരിക്കുമ്പോൾ ഒരു വിഷയം കൂടി സംസാരിക്കേണ്ടതുണ്ട്. ഗോരക്ഷയുടെ പേരിൽ നിരന്തരം വേട്ടയാടപ്പെടുന്നവരാണ് ഡൽഹിക്ക് തൊട്ടടുത്തുള്ള മേവാത്ത് എന്ന പ്രദേശത്തെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ, മേവ് മുസ്ലിം എന്ന് അറിയപ്പെടുന്നവർ. പശുക്കളെ വളർത്തിക്കൊണ്ട് പാല് വിറ്റുകൊണ്ട് ജീവിച്ചു വരുന്നവരാണ്. പക്ഷെ RSSന് അത് സഹിക്കാൻ പറ്റില്ല. നിരന്തരം ഗോരക്ഷയുടെ പേരിൽ ആക്രമിക്കപ്പെടുന്നു. പേലു ഖാൻ കൊല്ലപ്പെട്ടു, റേബർ ഖാൻ കൊല്ലപ്പെട്ടു, ഉമർ ഖാൻ കൊല്ലപ്പെട്ടു, ഇതിനടുത്ത് ജുനേദും നാസിറും കൊല്ലപ്പെട്ടു. എവിടെയെങ്കിലും കോൺഗ്രസോ മുസ്ലിം ലീഗോ ഇതിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ആ ഓരോ സംഭവത്തിലും അതിനെതിരെ പ്രതിരോധം തീർക്കാനും നമ്മൾ ഇടപെടുന്നുണ്ട്. കേരളത്തെ ദ്രോഹിക്കുന്ന വേറൊരു കാര്യം ഈ റബ്ബർ കർഷകരുടെ സ്ഥിതി. റബ്ബർ കർഷകരുടെ സ്ഥിതി ഇപ്പോ ടയർ കാർട്ടലുകൾക്കെതിരെ സഖാവ് ബേബിയുടെ മനോരമയെ പറ്റി, മലയാള മനോരമയെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അവരുടെ ഒപ്പം ഒരു സിസ്റ്റർ കൺസേൺ ആയ MRF-ഉം അപ്പോളോ ടയർസും സിയറ്റ് ടയർസും ബിർല JK ടയർസ് ഇവർക്കൊക്കെ എതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 1800 കോടിയുടെ പിഴ ചുമത്തിയിട്ടുണ്ട്. കർഷകർക്ക് റബ്ബറിന് വില നൽകാതിരിക്കുക, നല്ല വില നൽകാതിരിക്കുക, ടയറിന്റെ വില ഇവർ യോജിച്ചുകൊണ്ട് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക, അതിനെതിരെയാണ് പിഴ. ആ കേസിൽ സുപ്രീം കോർട്ടിൽ അഖിലേന്ത്യാ കിസാൻ സഭ, കേരള കർഷക സംഘം, കേരളത്തിൽ നിന്ന് നമ്മൾ ചില റബ്ബർ കർഷകർ അതിൽ ഇന്റർവെൻഷൻ ആപ്ലിക്കേഷൻ സമർപ്പിച്ചു. കോൺഗ്രസോ UDF-ഓ BJP-യോ ഇതിൽ എന്താ നിലപാട്? അവരെന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറാണോ കർഷകർക്ക് അനുകൂലമായിട്ട്? സന്ധിയില്ലാത്ത സമരങ്ങൾ. ഇപ്പൊ സ്വത്വവാദികൾ സാധാരണ പറയുന്ന ഒരു കാര്യം, ഇടതുപക്ഷം ജാതിയുടെ ഈ ചൂഷണത്തിനെതിരെ ഒന്നും ചെയ്യാറില്ല എന്ന് വലിയൊരു വിമർശനം സ്വത്വവാദികൾ. ബേബി സഖാവ് മരക്കുമ്പിയിൽ നടന്ന വിഷയം പരാമർശിച്ചിട്ടുണ്ട്. വാച്ചാത്തിയിൽ നടന്ന സംഭവം 1992-ൽ വാച്ചാത്തി എന്ന ഗ്രാമത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ 18 സ്ത്രീകളെയാണ് ഫോറസ്റ്റ് റേഞ്ചേഴ്സും IFS ഓഫീസേഴ്സും പോലീസുകാരും റവന്യൂ ഓഫീഷ്യൽസും ചേർന്ന് കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കി. 32 വർഷം നീണ്ടുനിന്ന ആ സമരത്തിന് നേതൃത്വം നൽകിയത് അഖിലേന്ത്യാ കിസാൻ സഭയും തമിഴ്നാട് ട്രൈബൽ അസോസിയേഷനും മഹിളാ സമിതിയും CPIM-ഉം. 32 വർഷത്തിന് ശേഷം 256 പേരെയാണ് കുറ്റക്കാരെന്ന് വിധിച്ചത്. 256 പേര് IFS ഓഫീസേഴ്സ്, ഫോറസ്റ്റ് ഓഫീഷ്യൽസ്, റവന്യൂ ഓഫീഷ്യൽസ്, പോലീസ് ഓഫീഷ്യൽസ്. നിരവധി ആൾക്കാർ അതിനിടയിൽ മരണപ്പെടുകയുണ്ടായി. പക്ഷെ അവരെ കുറ്റക്കാരെന്ന് കണ്ടുകൊണ്ടാണ് ആ തീരുമാനം. ആ രീതിയിലുള്ള ഒരു സമരം, അതിനും നിരവധി സമരമാണ്. ഇപ്പോ ഞാൻ വരുന്ന കരിവള്ളൂരാണ്. അംബേദ്കറുടെ മഹത് സത്യാഗ്രഹ 1927-ലാണ്. ആ സമരത്തിലും കമ്മ്യൂണിസ്റ്റ് നേതാവായ RB മോറെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു മുഖ്യ സംഘാടകനായിരുന്നു. ഈ മഹത് സത്യാഗ്രഹത്തിന് ശേഷം 1936-ലാണ് അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരണം. 1939-ൽ മലബാറിൽ നിരവധി ഗ്രാമങ്ങളിൽ അഖിലേന്ത്യാ കിസാൻ സഭ അന്ന് ജനറൽ സെക്രട്ടറി ആയ NG രംഗയും മറ്റും പങ്കെടുത്തുകൊണ്ട് പന്തിഭോജനം, ജാതി വ്യവസ്ഥക്കെതിരെ വലിയൊരു സമരം ഉയർത്തിക്കൊണ്ടുവന്നാണ്. നമ്മൾ അതൊന്നും മറക്കരുത്, ഓർമ്മകൾ ഉണ്ടായിരിക്കണം.
സമരങ്ങൾ വേറെയും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഹരിയാന പഞ്ചാബ് ബോർഡറിൽ കഴിഞ്ഞ 22 ദിവസമായിട്ട് ഒരു കർഷക നേതാവ്, അഖിലേന്ത്യാ കിസാൻ സഭയുടെ ഭാഗമല്ല, സംയുക്ത കിസാൻ മോർച്ചയുടെ ഭാഗമല്ല, പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ ഒരേ ആവശ്യങ്ങളാണ്. അതിനെ അടിച്ചമർത്താനാണ് ഈ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ സംയുക്ത കിസാൻ മോർച്ചയും അഖിലേന്ത്യാ കിസാൻ സഭയും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. വനിതാ ഗുസ്തി താരങ്ങൾ അവര് സമരം, അതിലൊക്കെ നമ്മളും ഡിവൈഎഫ്ഐയും SFIയും മറ്റും ആ സമരത്തിൽ പങ്കെടുത്തവരാണ്. അപ്പൊ ഈ 10 വർഷങ്ങൾക്കിടയിൽ സന്ധിയില്ലാത്ത സമരങ്ങൾ, നവലിബറൽ നയങ്ങൾക്കെതിരെയും കോർപ്പറേറ്റ് കൊള്ളക്കെതിരെയും പാവപ്പെട്ട കർഷകരും കർഷക തൊഴിലാളികളും അടിച്ചമർത്തപ്പെട്ടവരെയും സ്ത്രീകളെയും യുവാക്കളെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് നമ്മൾ നിരന്തരം സമരമുഖത്താണ്. തെരഞ്ഞെടുപ്പ് തോൽവികൾ അത് വന്നുകൊണ്ടും പോയിക്കൊണ്ടിരിക്കും. പക്ഷേ സാധാരണക്കാരുടെ ജീവനിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നമ്മുടെ സമരങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ? ദാറ്റ് ഈസ് ദ ലിറ്റ്മസ് ടെസ്റ്റ്. ആ ലിറ്റ്മസ് ടെസ്റ്റ് തീർച്ചയായിട്ടും ഇടതുപക്ഷം ചെങ്കൊടിയുടെ പ്രസ്ഥാനം അതിൽ വിജയിച്ചിരിക്കും. ലെനിൻ പറയുമായിരുന്നു, there are some decades when nothing happens, there are decades when nothing happens, but there are weeks when decades happen. ചില ദശാബ്ദങ്ങളിൽ ഒന്നും സംഭവിക്കാറില്ല, ചില ആഴ്ചകളിൽ ദശാബ്ദങ്ങൾ സംഭവിക്കുന്നു. ഇന്ന് തൊട്ടടുത്ത ശ്രീലങ്കയിലെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചാൽ കർഷകർ തുടങ്ങിവെച്ച ഒരു സമരമാണ്. വളം ലഭിക്കാതിരിക്കുമ്പോൾ അതിനെതിരെ നടത്തുന്ന സമരം, അതിൽ തൊഴിലാളികൾ ആ സമരത്തിൽ പങ്കുചേരുന്നു, യുവാക്കളും വിദ്യാർത്ഥികളും സ്ത്രീകളും ആ സമരത്തിൽ പങ്കുചേരുന്നു. അതിന്റെ ഒടുവിൽ അവിടുത്തെ ഡബിൾ എൻജിൻ സർക്കാർ ഗോട്ടബായ രാജപക്ഷയും മഹിന്ദ രാജപക്ഷയും രാജ്യം വിട്ട് ഓടിപ്പോണ്ട്. മോദിയുടെ മാതിരി 56 ഇഞ്ച് എന്ന് സ്വയം കൊട്ടിഘോഷിക്കുന്ന 2 പേർ രാജ്യം വിട്ടു പോകേണ്ടി വന്നു. അന്ന് ആകെ 3 സീറ്റ് മാത്രം പാർലമെന്റിൽ ഈ ജനതാ വിമുക്തി പെരാമുണ്ട്. ഇന്ന് 160-ലധികം സീറ്റോടെ ഇന്ന് പാർലമെന്റിൽ ഇന്ന് പ്രസിഡന്റ് ഒരു ചെറുപ്പക്കാരൻ, ഏകദേശം എന്റെ വയസ്സായിരിക്കണം, 51 ആയിരിക്കണം, അവിടെ ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റാണ്. ഡിസനായി ചെങ്കൊടിയുടെ പ്രസ്ഥാനമാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു മാറ്റം ഇവിടെയും സാധ്യമാണ്. സന്ധിയില്ലാത്ത സമരങ്ങൾ തീർച്ചയായും ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വഴിയൊരുക്കും എന്നതിൽ ഒരു സംശയമില്ല. അവസാനമായി ഒരു വിഷയം, കേരളത്തോട് കേന്ദ്ര BJP സർക്കാർ ചെയ്യുന്ന ദ്രോഹം, അത് വലിയ രീതിയിൽ തുറന്നു കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. കേന്ദ്ര സർക്കാർ കേരളത്തോട് ചെയ്യുന്ന ദ്രോഹം അത് അഖിലേന്ത്യാ തലത്തിൽ നമ്മൾ കാണുന്നത് കേരളത്തിന്റെ മാത്രം ഒരു സമരമായിട്ട് ഒതുങ്ങേണ്ടതില്ല എന്നാണ്. ഇന്ത്യക്ക് തന്നെ മാതൃകയായ ഒരു ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഇടത് ബദൽ നടപ്പിലാക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഇല്ല. എല്ലാ വിധത്തിലും കേരളത്തിലെ കർഷകർക്ക്, ഇപ്പൊ നെൽ കർഷകർക്ക് കേന്ദ്രം നിർണയിച്ച താങ്ങുവിലയിനേക്കാളും ഏകദേശം 600 രൂപ കൂടുതൽ നൽകിക്കൊണ്ടാണ് ഇവിടെ നെല്ല് സംഭരിക്കുന്നത്. ഉൽപ്പാദിപ്പിക്കുന്നത് 85% നെല്ല് സംഭരിക്കുന്നുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ 20% താഴെയാണ് സംഭരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ ബീഹാറിലും ജാർഖണ്ഡിലും ഒഡീസയിലും മറ്റും സർക്കാർ സംഭരണം ഇല്ലാത്തതുകൊണ്ട്
കർഷകർ 800-നും 1000-നും കൂടിപ്പോയാൽ 1200-നും ഒക്കെ നെല്ല് വിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ മുമ്പ് മൺസൂറിലെ വെളുത്തുള്ളി കർഷകരെ പറ്റി പറയുകയുണ്ടായി. വെളുത്തുള്ളിക്ക് 2017 1 രൂപയാണ് നീമച്ച് ഹോൾസെയിൽ മാർക്കറ്റിൽ കിട്ടിയതെങ്കിൽ 2022 1 കിലോ വെളുത്തുള്ളി കർഷകർക്ക് ലഭിച്ചത് 50 പൈസ മാത്രമാണ്. പക്ഷെ കേരളത്തിൽ തറവില നിശ്ചയിച്ചിരിക്കുന്നത് 139 രൂപയാണ്. ലൈഫ് മിഷൻ 5.5 ലക്ഷം വീടാണ് ഇതുവരെ, ഏകദേശം 5 ലക്ഷത്തിലധികം വീട്. മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ വീടുകൾ ഒന്ന് പോയി സന്ദർശിച്ച് അതിന്റെ നിലവാരവും ഇതുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തും. സ്കൂളുകളുടെ നിലവാരം, ആരോഗ്യ മേഖലയിൽ എല്ലാ സെക്ടറിലും വലിയ രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ നമ്മൾക്ക് ഇവിടുത്തെ സർക്കാരിന് സാധിച്ചു. അങ്ങനെ ഒരു സർക്കാരിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പൊ അഖിലേന്ത്യാ തലത്തിൽ അഖിലേന്ത്യാ കിസാൻ സഭയും CITയും കർഷക തൊഴിലാളി യൂണിയനും യോജിച്ചുകൊണ്ട് ഡിസംബർ 11-ാം തീയതി കേരള സോളിഡാരിറ്റി ഡേ 11 മുതൽ ഈ മാസം മുഴുവൻ എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തിലെ ഇടതുപക്ഷ ബദലിനെ പറ്റിയും കേരള ജനതയുടെ അവകാശങ്ങളെ സംരക്ഷിക്കൂ, ഇടതുപക്ഷ ബദലിനെ ശക്തിപ്പെടുത്തൂ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമ്മൾ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ പ്രചരണം നടത്തും. അത് അത്ര തന്നെ ശക്തിയോടെ കേരളത്തിലും ആ പ്രചരണം നടത്തേണ്ടതുണ്ട്. എതിരാളികളെ ഇടയിലോട്ടും വീടുകളിലോട്ടും കയറി ചെന്നുകൊണ്ട് ഈ പ്രതിരോധം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇനിയും നിരവധി ആൾക്കാർ സംസാരിക്കാനുണ്ട്. സന്ധിയില്ലാത്ത സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർഷകർ ഇന്നെന്താണ്, കർഷകന്റെ ട്രാക്ടർ കണ്ട നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും പേടിയാണ്. എല്ലാ അടിച്ചമർത്തലിനെയും ചെറുത്തുകൊണ്ടാണ് കർഷകർ വിജയം നേടിയത്. ഇന്ന് ഇലക്ട്രിസിറ്റി പ്രൈവറ്റൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ചണ്ഡീഗഡിൽ തൊഴിലാളികൾ സമരമുഖത്താണ്. അവർക്കെതിരെ എസ്മ നടപ്പിലാക്കുകയാണ്. പക്ഷേ മഹാകവി ഭാരതിയാർ പറഞ്ഞ മാതിരി ഉച്ചിമീട് വാനിടിந்து വീഴുന്ന പോകിലും അച്ചമില്ലേ അച്ചമില്ലേ അച്ചമില്ല. ആകാശം തന്നെ ഇടിഞ്ഞു വീണാലും ഭയമില്ല ഭയമില്ല ഭയമില്ല, 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല, വിജയം വരെ പോരാടും എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് കർഷകരും തൊഴിലാളികളും അധ്വാനിക്കുന്നവരും നീങ്ങുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇൻക്ലാബ്.